ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ചുമന്ന അഗത്തിച്ചീരയെ പറ്റിയാണ്. അതായത് അഗസ്തിച്ചീര അല്ലെങ്കിൽ ചിലയിടത്ത് അഗത്തിച്ചീര എന്ന് പറയും. ഇപ്പം ഔഷധ ഗുണമുള്ള ഇതിനെയാണ് അഗസ്തിച്ചീര എന്ന് പറയുന്നത്. അഗസ്തി അല്ലെ അഗത്തി എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ടൈപ്പ് ഉള്ളതുണ്ട്. അതായത് പൂക്കൾ വരുന്ന വെച്ചിട്ടാണ് ഇതിനെ രണ്ട് തരമായിട്ട് പറയുന്നത്. ഒന്ന് ചുമപ്പ് കളറിലുള്ള ചുമപ്പ് നിറത്തിലെ ഒരു പൂ ഉണ്ടാകുന്നതും, പിന്നെ അതേപോലെ തന്നെ നല്ല വെള്ള നിറത്തിലുള്ള അഗസ്തിച്ചീര. അപ്പോൾ ഈ ചുമപ്പും നമുക്ക് വെള്ളയും തമ്മിൽ തിരിച്ചറിയാൻ എളുപ്പമാർഗമുണ്ട്. അതായത് ചുമപ്പിന് ഈ തണ്ടിന് ചുമപ്പ് കളറുണ്ട്, ചുമന്ന നിറമാണ്. അതേസമയം വെള്ള അഗസ്തിക്കാണെങ്കിൽ ഇത് സാധാരണ പച്ച കളർ മാത്രമായിട്ടാവും. അപ്പോൾ തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതേപോലുള്ള തണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ചുമപ്പിന് ചുമപ്പും വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന അഗസ്തിച്ചീരയ്ക്ക് അതിൻ്റെ തൈക്ക് നമുക്ക് ഇളം പച്ച കളറുമായിരിക്കും, ചുമപ്പ് കളറ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഏതൊരു വിളകൾ നടുന്നതിൻ്റെ കൂട്ടും തന്നെ പരിപാലനം വലിയ രീതിയിൽ ആവശ്യമില്ലാത്തൊരു ചെറിയൊരു വൃക്ഷം പോലെ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. അതായത് മുരിങ്ങ പോലെ തന്നെ. അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ നന്നായിട്ട് വെയിലുള്ളൊരു സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അധികം ഉയരം പോകാതെ നമുക്ക് മുറിച്ച് നിർത്താൻ പറ്റും. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിലൊന്നും നടാൻ പറ്റത്തില്ല. അത് ഒടിച്ചെടുക്കുന്നതനുസരിച്ച് വേണം നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടുകയും അവിടുത്തെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 10-15 ദിവസം മുൻപ് തന്നെ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട മണ്ണാണ്. അപ്പോൾ ഇത് മഴയൊക്കെ കൊണ്ട് ഏകദേശം മഴയും ഇപ്പോഴത്തെ വേനലായതുകൊണ്ട് ഇതിനകത്തുനിന്ന് നന്നായിട്ട് ഇതിനകത്ത് കുമ്മായമൊക്കെ ഇട്ട് ചേർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വളം ഇടേണ്ടതാണ്. ഇപ്പോൾ ജൈവ രീതി മാത്രം കൊടുത്താൽ മതി, രാസവളമൊന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമേ. അതേപോലെ ഈ കാണുന്നത് ശരിക്കും പയർവർഗ്ഗ വിളയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന പയർവർഗ്ഗ വിളകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിൽ റൈസോബിയം എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ റൈസോബിയം ബാക്ടീരിയയാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഇത് പിടുമ്പം, അതായത് പയർവർഗ്ഗ വിളകൾ നമ്മൾ പിഴുതു നോക്കുമ്പോൾ ചെറിയ ചെറിയ മുഴകളുണ്ടായി നിൽക്കും. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ റൈസോബിയം ബാക്ടീരിയയുടെ കോളനികളുണ്ട്. അപ്പോൾ അവ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഈ വിളകൾക്ക് കൊടുക്കുകയും അതുങ്ങൾക്ക് അതിനകത്തുള്ള ബാക്ടീരിയക്ക് അതിൽ നിന്നുള്ള ഒരു ആഹാരം കിട്ടുകയും ചെയ്യും. അപ്പോൾ വളർച്ച നന്നായിട്ട് വേഗത്തിലാക്കുകയും ചെയ്യും. ഈ ബാക്ടീരിയയുടെ ഗുണമുണ്ട്. അപ്പോൾ ഈ പറയുന്ന വർഗം തന്നെയാണ്, അതായത് ഈ ലെഗുമിനേസിയ ഫാമിലിയിൽ പെടുന്ന ഒരു വിള തന്നെയാണ് ഈ പറയുന്ന അഗസ്തിച്ചീര. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് വേര് പടലങ്ങൾ വരുന്നത് തന്നെ ഈ മണ്ണിലുള്ള സൂക്ഷ്മാണു, അതായത് ഈ പറയുന്ന ബാക്ടീരിയ ഇതിൽ കയറുകയും വേരിലൂടെ നന്നായിട്ട് ഇതിന് നൈട്രജൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നടുമ്പോൾ ആദ്യമായി വേണ്ടുന്നത് നൈട്രജൻ കലർന്ന വളമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വളമാണോ, ഇതിപ്പോൾ ചാണകപ്പൊടിയും അതേപോലെ കോഴിവളവുമാണ്. കോഴിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും കോഴിവളമല്ല, ഇത് കമ്പോസ്റ്റ് ആക്കി എടുത്ത കോഴിവളമാണ്. സാധാരണ കോഴിവളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രക്രിയ തന്നെ ഒരാഴ്ച മുൻപേ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചിടുമ്പോൾ ഇതിനകത്ത് നിന്ന് ചൂടിറങ്ങുമ്പോൾ നമ്മൾ ഏത് വിളയാണോ നട്ടത് ആ ചൂട് അതിൻ്റെ വേരിന് തട്ടുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അതിന് ഉണക്ക് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും ഡയറക്റ്റായിട്ട് കോഴിവളം ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് കോഴിവളം കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും കൂന കൂട്ടിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തെളിച്ച് ഒന്ന് കൂട്ടിയിടുക, എന്നിട്ടൊരു ചാക്കിട്ട് അങ്ങനെ മൂടിയിടുക. അങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഏകദേശം അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വിളകൾക്ക് നല്ല പോലുള്ളൊരു വളമായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്തു. ഇപ്പം നൈട്രജനായിട്ടുള്ള ചാണകപ്പൊടിയും അതേപോലെ തന്നെ കോഴിവളവും ഇട്ടു. ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം വേപ്പിൻ പിണ്ണാക്ക്, അതും ശകലം മതി. ഇത് അടിവളമായിട്ടെന്നുള്ളൊരു രീതി മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലുപൊടി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം കൂടുതലായിട്ടും റോക്ക് ഫോസ്ഫേറ്റ് അഥവാ രാജ്ഫോസ് എന്ന് പറയുന്നത് വളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫോസ്ഫറസ് വളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടിവളമായിട്ട് കൊടുക്കുന്നെങ്കിൽ ഇത് നാളെയോ മറ്റന്നാളോ ഈ പറയുന്ന ചെടികൾക്ക് കിട്ടത്തില്ല. അത് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അപ്പോഴേക്കും ഇതിൻ്റെ വേരിന് വളർച്ചയ്ക്ക് നല്ല വേഗത കിട്ടുകയും നല്ല രീതിയിൽ
ഇവ ആരോഗ്യത്തോടെ വളരാനും സാധിക്കും. ഇത് അളവ് കൂടിയെന്ന് പറഞ്ഞാലൊന്നും ചെടിക്ക് കുഴപ്പമില്ല. ഇതൊരു തരം പാറപ്പൊടിയാണ്, രാജ്ഫോസ് എന്നാണ് അതിന് പറയുന്നത്. രാജ്ഫോസ് അതല്ലെങ്കിൽ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നൊക്കെ പറയും. അപ്പം ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. പിന്നെ നന്നായിട്ട് ഇളക്കി, ഇത് നേരത്തെ കുഴിയെടുത്തിട്ടിരുന്നതുകൊണ്ട് അതേപോലെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്തിട്ടിരുന്നതുകൊണ്ട് ഇളക്കാൻ നമുക്ക് എളുപ്പമാവും. ഏതൊരു മണ്ണിലാണെങ്കിലും കുമ്മായം ട്രീറ്റ് ചെയ്ത് 15 ദിവസം മിനിമം ഇച്ചിരി വെള്ളം തളിച്ചിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ഇത് നടാവൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ അമ്ലത പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കുറച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും അടിവളമായിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ നടാനായിട്ടുള്ള സ്ഥലം ഒരുക്കുമ്പം നമ്മൾ ഇത് വെക്കുന്ന അത്രയും ഭാഗം ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് ആ ചെറിയ കുഴിയിലേക്ക് വേണമെങ്കിൽ ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ഒരൽപ്പം രാജ്ഫോസും വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് ശകലം ഒന്ന് ഇളക്കുക. എന്നിട്ട് ശകലം മണ്ണിട്ടിട്ട് ഇതേപോലെ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഇപ്പം അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. ഇതിൻ്റെ വേര് പടലങ്ങൾ ഇതേപോലെ തന്നെ നിൽക്കണം. പിന്നെ സൈഡ് കുറച്ച് അടർത്തി കളഞ്ഞാലും കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഇത് തൈ വാങ്ങിച്ചതാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് ഈ ചുമപ്പ് അഗസ്ത്യച്ചീര കുറവാണ്, അതിൻ്റെ വിത്തുകൾ കിട്ടാനും വളരെ സാധ്യത കുറവാണ്. ഇത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ചില നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചെളി കൂടിയ മണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ചെളിയായിട്ടുള്ള ടൈപ്പ് മണ്ണാണെങ്കിൽ ഒരു ശകലമെങ്കിലും ഇളക്കി കളയണം. ഇത് ചെളിയുള്ളതല്ല, നല്ല മണ്ണ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇളക്കി കളയേണ്ട ആവശ്യമില്ല. ചെളി ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കിട്ടുന്ന റോസ് പോലുള്ള ചെടികൾക്കൊക്കെ അത് അങ്ങനെയുള്ള നഴ്സറികളിൽ നിന്ന് കിട്ടുമ്പോൾ ആ റോസ് ഒന്നും വളരാത്തത് കാരണം അത് ആ ഒരു കാരണത്താലാണ്. അപ്പം ഇതേപോലെ ഒരു ശകലമെങ്കിലും ഒന്ന് അടർത്തി കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഇതിലേക്ക് വെച്ച് മണ്ണങ്ങ് ഇട്ട് മൂടണം. പിന്നിപ്പോൾ വേനലാണ്, രാവിലെ വൈകിട്ടും നന നിർബന്ധമാണ്. ഇതിപ്പം മണ്ണോട് വെച്ചുകൊണ്ട് ഒരുപാട് വേരും പോകാത്തതുകൊണ്ട് വിഷയമില്ല. അല്ലാതെ നിങ്ങൾ വിത്ത് കിട്ടുകയാണെങ്കിൽ ചെറിയ പരുവത്തിലേ നിങ്ങളിതിൽ കൊണ്ടുവന്ന് നടാൻ പാടില്ല. അങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഈ വേനലിൽ പെട്ടെന്ന് അതിനൊരു വാട്ടം സംഭവിക്കും. അതേപോലെ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന വളം അമിതമാവാൻ പാടില്ല. അമിതമായ തന്നെ ഈ കൊടുത്തിരിക്കുന്ന വളത്തിൽ നിന്നുള്ള ചൂട് കിട്ടിയും ഇത് പെട്ടെന്ന് വാടിപ്പോവും. അതുപോലെ തന്നെ ഇതിനകത്ത് അമിതമായിട്ടുള്ള നമുക്ക് കീടനാശിനികളൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇലകളിൽ ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചെറിയ രീതിയിൽ പുഴുശല്യം വരും. നമുക്ക് വേപ്പെണ്ണയും അതേപോലെ തന്നെ പിന്നെ വേപ്പെണ്ണ, വെളുത്തുള്ളി, അതേപോലെ ഒരല്പം ഒരു 2-3 തുള്ളി നമുക്ക് ലിക്വിഡ് ബാർ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിന്, അതായത് 5 മില്ലി വേപ്പിൻ്റെ വേപ്പെണ്ണ, പിന്നെ അതേപോലെ 2-3 അല്ലി വെളുത്തുള്ളി അത് ചതച്ച് അതിൻ്റെ നീര് അരിച്ചെടുത്തിട്ട് അതും അതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ അത് 2-3 തുള്ളി നമ്മുടെ ലിക്വിഡ് സോപ്പ് കൂടെ ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആക്കി നമുക്ക് ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പുഴുശല്യം ഉണ്ടാവുകയില്ല. അത് ജൈവ രീതിയിലായതുകൊണ്ട് ഒരു 2-3 ദിവസം ഇടവിട്ട് ചെയ്യുക. കാരണം മഴക്കാലം അടുക്കുന്നതനുസരിച്ച് നമുക്ക് ഏകദേശം ഇതിൻ്റെ പുഴുവിൻ്റെ ശല്യം കൂടും. പിന്നീട് നമുക്ക് കൂടുതലും ഇതിൻ്റെ ഇലകളിലെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇതിൻ്റെ പൂക്കളാണ്. അത് ഒരു 2 മീറ്റർ ഉയരം വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളയുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നന്നായിട്ട് ചെനപ്പ് പൊട്ടുകയും നമുക്ക് അതിൽ നിന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഈ ഒരു വിള എല്ലാവരും അത്യാവശ്യമായിട്ട് വീട്ടിൽ നട്ട് വളർത്തണം.
കുറച്ച് സ്ഥലപരിമിതി ഉള്ളതാണെങ്കിൽ പോലും അവർക്ക് ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും HDP ഗ്രോ ബാഗിലോ അല്ലെ സാധാ ഗ്രോ ബാഗിലോ ആണെങ്കിലും നട്ട് വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.